പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം ഇന്ന് ഞാൻ ധ്യാനിച്ചു. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് അറിയത്തില്ലല്ലേ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഏതൊരു തീരുമാനം എടുക്കേണ്ടത്. മുഴുവനും അവ്യക്തതയുടെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഭാരപ്പെടേണ്ട, വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊള്ളുവിൻ എന്നൊരു വാക്ക് നാം കേൾക്കും. ആ ശബ്ദപ്രകാരം മുന്നോട്ട് ചലിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ സ്വന്തം ജനം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ എവിടേക്ക് പോകുന്നു, എങ്ങനെയായിരിക്കും യാത്ര എന്നൊന്നും അവർക്കൊരു ഐഡിയയും ഇല്ലായിരുന്നല്ലേ. എന്നാൽ വഴിയില്ലാത്തടുത്ത് വഴി തെളിച്ച സ്വർഗം അവരെ നയിച്ചില്ലേ. ശത്രുവിൻ്റെ മുന്നിൽ തകർന്നു പോകുവാൻ ഇടവരാതെ, ശത്രുവിൻ്റെ കയ്യിൽ പെട്ടുപോകാതെ എത്ര അത്ഭുതകരമായിട്ടാ ദൈവം നേരിട്ട് തൻ്റെ ജനത്തെ നയിച്ചത്. ഇങ്ങോട്ട് നോക്കിക്കേ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പിതാവാം ദൈവത്തിൻ്റെ പൊന്നു മകൻ മകളാകുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, വഴി അറിയാതെ അലയുവാൻ സ്വർഗം നിങ്ങളെ അനുവദിക്കത്തില്ല. തക്കതായ തീരുമാനങ്ങൾ തക്ക സമയത്ത് എടുത്ത് മുന്നോട്ട് പോകുവാൻ ഹോളി സ്പിരിറ്റ് നിങ്ങൾക്ക് ആലോചന നൽകി തരും. അതിനാവശ്യമായ ദൈവിക ജ്ഞാനം പരിശുദ്ധാത്മാവ് നൽകും. മാത്രമല്ല, അവിടുത്തെ ശബ്ദം നിങ്ങൾ നേരിട്ട് കേട്ട് ആ ശബ്ദപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസ് ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ വെളിപ്പെടും. പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് നന്ദി. ഞങ്ങൾക്ക് അങ്ങയുടെ സ്വരം കേൾക്കണം. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണ്ട. അവിടുത്തെ ആലോചന പ്രകാരം, അവിടുത്തെ ശബ്ദപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏത് ഗുണം എന്നറിവാൻ ഞങ്ങൾക്ക് ജ്ഞാനമില്ല നാഥ. അങ്ങ് സകലതും അറിയുന്നല്ലോ. ആദ്യയിൽ തന്നെ അവസാനം അറിയുന്ന അപ്പ, അങ്ങയുടെ ആലോചന പ്രകാരം ഞങ്ങളെ നയിക്കണം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഒട്ടും കൺഫ്യൂസ്ഡ് ആകണ്ട കേട്ടോ. വിഷയങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ, എങ്ങനാ എന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട. നിശ്ചയമായും നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ആ ശബ്ദപ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനമെടുക്കുക. ബ്ലെസ് യു.